പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 10 നമ്പർ റിലേഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിജിറ്റ് സംബന്ധം പറഞ്ഞിട്ട് കുറേ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കറിയാം ഏതൊരു 2 ഡിജിറ്റ് നമ്പർ, ഇപ്പം നമുക്കൊരു 47 എന്നൊരു 2 ഡിജിറ്റ് നമ്പർ നമ്മൾ എഴുതുമ്പോൾ അത് 40 + 7 എന്നാണല്ലോ. അതായത് 40 എന്ന് വെച്ചാൽ നമ്മൾ 10 × 4 + 7, അതായത് ഏതൊരു 2 ഡിജിറ്റ് നമ്പറിനെയും ഇത് പ്ലേസ് വാല്യൂ വെച്ചിട്ട് ഇത് 1's പ്ലേസ്, ഇത് 10's പ്ലേസ്, അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. അപ്പോൾ 10's പ്ലേസിലുള്ളത് 10 × ദാറ്റ് നമ്പർ, 1 × ഫസ്റ്റ് നമ്പർ, അങ്ങനെയല്ലേ നമ്മൾ പറയാറ്. അപ്പോൾ ഇത് ശരിക്കും 10 × 4 ആണ് 40 + 7, അങ്ങനെയാണ് 47 എന്നുള്ള നമ്പർ നമുക്കുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുതിയതായിട്ടൊരു ആശയം കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് 10 × 4 എന്നുള്ളതിനെ 10നെ നമ്മൾ എങ്ങനെ എഴുതുന്നറിയോ? 10 എന്ന നമ്പർ 9 + 1 എന്ന് എഴുതുന്നതിൽ തെറ്റുണ്ടോ? ഇല്ലല്ലോ. 9 + 1 × 4, ഓക്കെ, ദെൻ +7 എഴുതുന്നു. ഇനി ഇവിടെ 9 + 1 എന്ന നമ്പറിൽ 9 × 4ഉം 1 × 4ഉം നിങ്ങൾ ചെയ്യുക. പ്ലസ് ആ 7 അവിടെ നിൽപ്പുണ്ടല്ലോ. അതായത് ഈ 9 ശരിക്കും 10നെയാണല്ലോ നമ്മളോട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ 9 × 4ഉം ചെയ്യണം, 1 × 4ഉം ചെയ്യണം. അപ്പോൾ എന്താണ്? 36 + 4 + 7. അപ്പോൾ എന്ത് വരും? 36ഉം 7 × 4 = 11. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 1 7, 3 × 1 47. അപ്പോൾ നോക്കുക, യഥാർത്ഥത്തിൽ ടീച്ചർ ഒന്നുകൂടി കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. അതായത് 47 എന്ന സംഖ്യ എന്താ ചെയ്യേണ്ടത് നമ്മൾ? അതായത് ഈ ഫസ്റ്റ് നമ്പർ ഇൻറ്റു 9 ചെയ്യുക. അതായത് മോള് ചെയ്ത റൂളല്ല ടീച്ചർ പറയുന്നത്. 4 × 9 ചെയ്തിട്ട് പിന്നെ ഈ ഡിജിറ്റൽ സം 4 പേരോട് കൂട്ടിയാൽ മതി. 4 + 7, അതായത് 36 + 11. കണ്ടോ, അതേ സ്റ്റെപ്പ് തന്നെ വന്നുണ്ടോ? അപ്പോൾ ഇപ്പം മുകളിൽ പറഞ്ഞ അത്രയും സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണ്ട. ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ ചെയ്യണം? അതായത് 47 എന്ന സംഖ്യേനെ 2 ഡിജിറ്റ് ആണെങ്കിൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് വരുമ്പോൾ ഫസ്റ്റ് നമ്പർ ഇൻറ്റു 9 ചെയ്യുക, അല്ലേ? അതല്ലെങ്കിൽ 9 × 4 അല്ലെങ്കിൽ 9 × 4 പ്ലസ് ഈ 4 പേരോട് കൂട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 + 11 47 വരും. ഞാനൊരു 3-4 ക്വസ്റ്റ്യൻസ് എഴുതാം. നമുക്കൊരു 25 എഴുതാം, ഒരു 38 എഴുതാം, ഒരു 76 എഴുതാം. 25 എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേ? 2 × 9 ചെയ്യുന്നു. ഫസ്റ്റ് നമ്പർ ഇൻറ്റു 9 എപ്പോഴും. ഇവിടെ എങ്ങനെ? 3 × 9. അടുത്ത ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെ 7 × 9. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആ 2 നമ്പറും കൂടെ കൂട്ടുക. 5 × 2 7. ഇവിടെ 8 × 3 11. ഇവിടെ 7 × 6 13. കൂട്ടി നോക്കിക്കേ. 9 × 2 18, 7 25 വരും. 9 × 3 27, 11 38 വരും. 7 × 9 63, 13 76 വരും. ഓക്കെ, പിടിയിട്ടില്ലേ? ഒന്നുകൂടെ ടീച്ചർ ഒരു എക്സ്പ്ലനേഷനോട് തരണോ? വേണമെങ്കിൽ ഒന്നുകൂടെ തരാം. ടീച്ചർ ഒത്തിരിയും തരേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്കിൽ വിശാലമായിട്ട് കിടപ്പുണ്ട്, കണ്ടോ? അതായത് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ടീച്ചർ 50 എടുക്കാം. 50 എന്ന നമ്പർ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പർ 9 × ഫസ്റ്റ് നമ്പർ 5 എടുത്തു, പ്ലസ് ഡിജിറ്റൽ സം 5 + 0 എന്താ? 5 തന്നെ വരും. സോ 45 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 50. ക്ലിയർ അല്ലേ? ഇത് താഴെ ധാരാളം ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മളൊരു ജനറലൈസേഷനിലെത്തി. എന്താണ് ജനറലൈസേഷൻ? അതാണ് ഈ പച്ച കോളത്തിൽ കിടക്കുന്നത്. എന്താണ്? എനി ടു ഡിജിറ്റ് നമ്പർ
ഈസ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബൈ 9 ആൻഡ് ആഡിങ് ദ സം ഓഫ് ദ ഡിജിറ്റ്. ഏതൊരു 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിലും കിട്ടുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തും, ഏത് 2 ഡിജിറ്റ് ആയാലും കുഴപ്പമില്ല, ഏതൊരു 2 ഡിജിറ്റ് ആണെങ്കിലും ഇത് ഫസ്റ്റ് നമ്പറും ഇത് സെക്കൻഡ് നമ്പറും ആണെങ്കിൽ എസ് എന്ന് എഴുതി കേട്ടോ, സെക്കൻഡിൻ്റെ എസ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 9 ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂടെ കൂട്ടുക. മനസ്സിലായില്ലേ? എത്ര ഉള്ളൂ. അപ്പോൾ ഏതൊരു 2 ഡിജിറ്റ് നമ്പറിൻ്റെയും ലക്ഷണം എന്താണ്? ഫസ്റ്റ് നമ്പർ ഇൻറ്റു 9 പ്ലസ് എഫ് പ്ലസ് എസ്. ഇനി നമുക്ക് എക്സസൈസിലോട്ട് പോയിട്ട് 2 ഡിജിറ്റ് നമ്പറിൻ്റെ 1-2 ചോദ്യം ചെയ്തിട്ട് വരാമേ. ഇടയിൽ വേറെ ഒത്തിരി എക്സ്പ്ലനേഷൻ പറയാനുണ്ട്, എന്നാലും ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ട് പോകാം. ഇവിടെ 3 ഡിജിറ്റ് അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ജസ്റ്റ് 3 ഡിജിറ്റിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഇപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ ഇവിടെ നിന്ന് എന്താണ് പറയുക, ഒരു ഇവിടെ 200 എക്സാമ്പിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 200-നെ 100 ഇൻറ്റു 2 എന്ന് എഴുതി. 100-നെ മുമ്പ് നമ്മൾ 10-ന് 9+1 എന്ന് എഴുതിയതുപോലെ ഇവിടെ 99 + 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 99 ഇൻറ്റു 2ഉം 1 ഇൻറ്റു 2ഉം ചെയ്തു. അപ്പോൾ 99 ഇൻറ്റു 2ഉം 1 ഇൻറ്റു 2ഉം 2 എന്ന് എഴുതി. സോ 99 ഇൻറ്റു 11 ഇൻറ്റു 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 22 + 2. ടീച്ചർ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ചോദ്യം ഇതായിരുന്നു. 200 ക്ലിയർ ആക്കി തരാം. 200 എന്ന സംഖ്യേനെ നമുക്ക് എങ്ങനെ എഴുതാം? 200 എന്ന സംഖ്യേനെ 100 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ ഈ 100-നെ ടീച്ചർക്ക് എങ്ങനെ എഴുതാം? 99 + 1 ഇൻറ്റു 2 എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? ഇനി നോക്കുക, നമ്മൾ 99 ഇൻറ്റു 2ഉം പ്ലസ് 1 ഇൻറ്റു 2ഉം ചെയ്യുന്നു. ഈ 99 എന്ന നമ്പറിനെ വേണമെങ്കിൽ ടീച്ചർക്ക് 9 ഇൻറ്റു 11 എഴുതുന്നതിൽ തെറ്റുണ്ടോ? 11 ഇൻറ്റു 2, 1 ഇൻറ്റു 2 എന്താ? +2 വരും. സോ 9 ഇൻറ്റു 11 ഇൻറ്റു 2നെ എങ്ങനെ എഴുതാം? 22 എന്ന് എഴുതുന്നതിൽ തെറ്റില്ലല്ലോ, +2. ഓക്കെ. അപ്പോൾ 9 ഇൻറ്റു 22 എന്ന് പറയുമ്പോൾ എന്ത് വരും? 198 വരും, +2 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 എന്നും വരും. ഓക്കെ. ഇനി ഇവിടെ നിന്നൊരു ജനറലൈസ്. ഇനി ഈ സ്റ്റെപ്പ് മുമ്പത്തെ പോലെ ഈ സ്റ്റെപ്പ് ഫുള്ള് പഠിക്കേണ്ട. എളുപ്പമാർഗ്ഗം എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാൻ പോവാണ്. ഇവിടെ തന്നെ എഴുതാം. 200 എന്ന നമ്പർ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ 9 ഇൻറ്റു 200 ആയതുകൊണ്ട് 22 എഴുതുക. 22 പ്ലസ് ഡിജിറ്റൽ സം 2 + 0 + 0 എന്താ? 2 തന്നെ. സോ 198 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 200. ടീച്ചർ വേറൊരു എക്സാമ്പിൾ എഴുതാം. ഇവിടെ 300 നമ്മൾ എഴുതി. 300 എഴുതുകയാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തേക്കാം. ത്രീ 300-നെ നമ്മൾ എഴുതുമ്പോൾ 3 ഇൻറ്റു 22 പ്ലസ് 3 എന്ന് എഴുതിയാൽ മതി. അതായത് 3 ഇൻറ്റു അല്ലല്ലോടാ പിള്ളേരെ, സോറി 9 ഇൻറ്റു 33. ടീച്ചർ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. എന്താണ്? 9 ഇൻറ്റു 33 പ്ലസ് 3. അപ്പോൾ 9 ഇൻറ്റു 33 99. 9 3s are 27. Remainder 2 9 3s are 27 plus 2 29. 297 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 300. ഓക്കെ. സോറി കേട്ടോ, അവിടെ ഒരു ലാഗ് വന്നുകൊണ്ട്. ടീച്ചർ വേറൊരു എക്സാമ്പിൾ എഴുതാം. 400 എഴുതാം. 400 എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? 9 ഇൻറ്റു 44 പ്ലസ് 4 എഴുതണം. സോ ആൻസർ എന്ത് വരും? 400 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം സീറോസ് ഉള്ള നമ്പറിൽ ഞാൻ സീറോസ് അല്ലാത്തൊരു നമ്പർ എഴുതാം.
ഒന്നും കൂടി ആ ടേംസ് ഒന്നുകൂടെ പറയാം. എനി നാച്ചുറൽ നമ്പർ ഈസ് ഈക്വൽ ടു സം ഓഫ് എ മൾട്ടിപ്പിൾസ് ഓഫ് 9 ആൻഡ് സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ. ഒരു പുതിയ എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. ഒരു 524 എന്നൊരു സംഖ്യ. അപ്പോൾ നമ്മളതിനെ എഴുതേണ്ടത് 500 + 20 + 4 എന്ന് എഴുതി. ഇനി 500 എന്ന സംഖ്യ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? അതായത് 9 × 55 പ്ലസ് ഈ ഡിജിറ്റൽ സം 5 + 0 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അതവിടെ നിർത്തി. പ്ലസ് 20 എന്ന സംഖ്യ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? 9 × 2 + 2. ക്ലിയർ അല്ലേ? ദെൻ ലാസ്റ്റ് നിൽക്കുന്ന 4 അങ്ങനെ തന്നെ നിർത്തി. ഇനി എന്ത് ചെയ്യുക? ഈ 9 × 55ഉം 9 × 2ഉം കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്താൽ 9 × 55 + 2 പ്ലസ് ഇനി ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന യൂണിറ്റ് പ്ലേസിനെല്ലാം സെപ്പറേറ്റ് നിർത്താം. 5 + 2 + 4 അതായത് 9 × 57 പ്ലസ് 5ഉം 2ഉം 7ഉം 4ഉം 11. ക്ലിയർ അല്ലേ? സോ ഇത് 9 × മൾട്ടിപ്പിൾ ഓഫ് എനി നമ്പർ പ്ലസ് എന്താണ് ഇതിനെ ഈ സം ഓഫ് ദ ഡിജിറ്റിനെ കൂടെ ഈ കൂടെ ടീച്ചർ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കാം. ഈ 11നെ വേണമെങ്കിൽ എനിക്ക് 9 + 2 എന്ന് എഴുതാമല്ലോ, ശരിയല്ലേ? അപ്പോൾ ഈ 11 എന്ന നമ്പർ പൂർണ്ണമായിട്ട് 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. കാരണം 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 9s are 9 + 2. അപ്പോൾ ഈ ലാസ്റ്റ് വരുന്ന എന്താ? റിമൈൻഡറാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ടീച്ചർ കൂട്ടിച്ചേർക്കുകയാണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി താഴെ പറയുന്ന ഒരു നമ്പർ നോക്കുക. ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഹൗ ഡു വി ഫൈൻഡ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് 876/9? 876നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ എത്ര? അപ്പോൾ ഡിവൈഡ് ചെയ്യാതെ എങ്ങനെ നമ്മൾ ആ റിമൈൻഡർ എന്ന ആശയത്തിലേക്ക് എത്താമെന്ന് നോക്കാം. ഒന്ന് വായിച്ചോട്ടെ. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? 876 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണോ, അല്ലെങ്കിൽ ഇതിന് റിമൈൻഡർ ഉണ്ടോ? അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത കാര്യം പോലെ തന്നെ എന്ത് ചെയ്യുക? 800 + 7 + 70 + 6 എന്ന് എഴുതി. 800നെ നമ്മൾ 9 × 88 പ്ലസ് ഇത് 9 × 7 + 7 + 6 എന്ന് എഴുതി. സോ ഇവിടെ 9 കോമൺ എടുത്താൽ 88 + 7 എന്ന് വന്നു. ബാക്കി റിമൈനിങ് 7 8 പ്ലസ് ഇവിടെ +8 ഉണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും വിട്ടുപോയതാണ്. 8 + 7 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × ഇത് ഏതോ സംഖ്യ നമുക്ക് പ്രാധാന്യമില്ല. 8 7 15 6 21. 21 എന്ന സംഖ്യ എങ്ങനെ നമുക്ക് എഴുതാം? 21 എന്ന സംഖ്യ വേണമെങ്കിൽ നമുക്ക് 9 × 2 + 3 എന്ന് എഴുതാമല്ലോ, ശരിയല്ലേ? 9 × 2 ഡിജിറ്റൽ സമ്മായ 3. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണ്. 9 × 18 മിച്ചം എത്രയുണ്ട്? 3. അപ്പോൾ ഇവിടെ റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്കിനി എക്സസൈസിലോട്ട് പോകാം. കുറേ ഇന്ന് മുന്നത്തെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞല്ലേ. നോക്കിക്കോ, ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി നമ്പർ ബൈ 9 ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ ബൈ 9. അപ്പോൾ ഇനി നമ്മൾ ഫുള്ള് കണക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. എന്ത് ചെയ്താൽ മതി? 8ഉം 7ഉം 6ഉം മാത്രം കൂട്ടുക. ആ നമ്പർ ഡിവിസിബിൾ ബൈ 9 ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഈ പുതിയ മെത്തേഡ് എല്ലാം മറന്നാലും ഒന്നും പേടിക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഡിജിറ്റൽ സമയത്ത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ വേണമെന്ന് കാണിച്ചു തരാം. ഒരു 2 3 8 ൻ്റെ റിമൈൻഡർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിവിസിബിൾ ബൈ 9 ആണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 2ഉം 3ഉം 8ഉം കൂടെ കൂട്ടുക. 5 8 5ഉം 13. 13 ഡിവിസിബിൾ ബൈ 9 ആണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9 ആണ്. കാരണം റിമൈൻഡർ വരും. റിമൈൻഡർ എന്താണ്? 13 9 1s are 9. പിന്നെ ബാക്കി റിമൈൻഡർ എത്ര വരും? 4 വരും. റിമൈൻഡർ 4 വരും, ശരിയല്ലേ? അതായത് 1 × 9 + 1 + 4. അപ്പോൾ റിമൈൻഡർ ഈസ് 4.
അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഓൺ ഡിവൈഡിങ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ബൈ 9, അതായത് റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള മാർഗം സം ഓഫ് ദ ഡിജിറ്റിനെ 9 കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐഡിയ എല്ലാം മറന്നുപോയി എന്ന് വിചാരിക്കും. ഇതിലൂടെ കൂട്ടുമ്പോൾ എത്ര ആയിട്ട് നമുക്കത് 13. 13നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 13നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പുതിയ മാർഗം നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവത്തില്ല. 5ലെ പുതിയ മാർഗം, പഴയ മാർഗം എന്ന് പറഞ്ഞേക്കാം 1 9s are 9, റിമൈൻഡർ 4. പുതിയ മാർഗം എന്താണെന്നറിയാം മക്കളെ, 13 എഴുതിയിട്ട് 9 ഇവിടെ എഴുതുക. 9ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 13 വരുന്നത്, അപ്പോൾ 9 1s are 9 വരുള്ളൂ. റിമൈൻഡർ എത്രയാണ്, 4. അപ്പോൾ ഇവിടെ വരുന്നതാണ് എന്ത്, റിമൈൻഡർ. ഇത് എത്ര പ്രാവശ്യം ഉണ്ടെന്നുള്ളത് ഇങ്ങനെ നേരെ തിരിഞ്ഞു വരും കേട്ടോ. ഇതാണ് പുതിയ മെത്തേഡ്. നിങ്ങൾ പഠിക്കേണ്ട, പഴയ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ മൈൻഡ് ചെയ്താലും മതിയാവും. ഇനി എക്സസൈസിലേക്ക് പോവാം. ഇതും കൂടെ ഒന്നും ചെയ്യുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. The remainder on dividing any number by 3 is the remainder on dividing the sum of the digit by a number by 3. 9ൻ്റെ കേസ് പോലെ തന്നെ ഇതുണ്ടോ, 356 3 × 114 പ്ലസ് 3 × 4 പ്ലസ് 2, റിമൈൻഡർ ലാസ്റ്റ് 2 വന്നു. 2 നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണ്. ദസ് എന്ത് എഴുതാം നമുക്ക്, ഇത് 2 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തൊരു നമ്പറാണെന്ന്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പറാണെന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു എളുപ്പമാർഗ്ഗം, ഇത് പഴയകാല ഒരു മാർഗ്ഗം കൂടെ പറഞ്ഞു പോയേക്കാം. 3 + 5 + 6, 5 3 8 6 14. 3യുടെ ടേബിളിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ടോ, 3യുടെ ടേബിളിൽ 14 ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ 3 5 6 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണ്. പിന്നെ ഈ റൂള് പറയണമെങ്കിൽ നമുക്ക് അതും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് ടീച്ചർ പറഞ്ഞെന്ന് മാത്രം. ഇവിടെ ചോദ്യം എന്താണ്, സം ഓഫ് ദ ഡിജിറ്റ് 17 അപ്പോൾ 17നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 17നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 1s are 9, റിമൈൻഡർ 8. അപ്പോൾ എന്ത് കിട്ടി, റിമൈൻഡർ 8 കിട്ടി. ഇനി 17നെ ടീച്ചർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 5s are 15, റിമൈൻഡർ എന്ത് വന്നു, 2. അപ്പോൾ റിമൈൻഡർ 2 വന്നു. മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ, റിമൈൻഡർ വന്നാൽ മൾട്ടിപ്പിൾ ഓഫ് 9 അല്ല, റിമൈൻഡർ വന്നാൽ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. ഇനി 9 5 4 എന്താണ്, ഇതിൻ്റെ ഡിജിറ്റൽ സം 5 4 9 9 18. 18 എടുക്കുമ്പോൾ റിമൈൻഡർ 18 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 9 അല്ലേ, അപ്പോൾ റിമൈൻഡർ 0. 18 ഡിവിസിബിൾ ബൈ 3 ആണ്, റിമൈൻഡർ 0. ഇതിൻ്റെ ഉത്തരം ഏസ് ആണ്. ഇതിൻ്റെ ഉത്തരവും ഏസ് ആണ്. 582. 8 2 10 5 15. 15 ഡിവിസിബിൾ ബൈ 9 ആണോ, 9ൻ്റെ ടേബിളിൽ എടുക്കുമ്പോൾ 15 നിന്നും 9 പോകുമ്പോൾ 6 വരും, റിമൈൻഡർ 6 വരും. ഇവിടെ റിമൈൻഡർ ഒന്നും വരില്ല. 3 15. ഇത് മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ, നോ, കാരണം റിമൈൻഡർ വന്നു. മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ, എസ് ആണ്. 4 8 അത് ഫുള്ളായിട്ടൊന്ന് വേണം ചെയ്താൽ കാട്ടോളാം പിള്ളേരെ, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി. എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണോ, ഇല്ലല്ലോ. 4 8 0 8. ആദ്യം നമ്മൾ നോക്കേണ്ടത് സം ഓഫ് ദ ഡിജിറ്റ്. 4 + 8 + 0 + 8. 8 4 12, 12 8 20. അപ്പോൾ 20നെ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9 2s are 18, റിമൈൻഡർ 2 വന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതി, ഇവിടെ ഡിജിറ്റൽ സം 20 ആണ്, റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. ഇനി 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 20 അല്ലെങ്കിൽ 23യുടെ ടേബിളിലുണ്ടോ, ഇല്ല. 6 3 18 അല്ലേ. അപ്പം റിമൈൻഡർ എന്ത്, ഇവിടെ റിമൈൻഡർ 2 വന്നു. എന്താണ്, രണ്ടും മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ, അല്ല, നോ ആട്ടോ, നോ. ഇവിടെയും നോ. ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് 3 digits ഓഫ് എ 4 digit നമ്പർ വിച്ച് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 9 ആർ 2 5 7. വാട്ട് ഈസ് ദ നമ്പർ. അതായത് ഒരു ഫസ്റ്റ് 3 digit, ഒരു 4 digit നമ്പറാണ്. അതായത് 2 5 7, ഇത് ഡാഷാ, ഈ നമ്പർ അറിയില്ല. അപ്പോൾ ദ ഫസ്റ്റ് 3 digit ഓഫ് എ 4 digit നമ്പർ വിച്ച് ഈസ് ഇത് മൾട്ടിപ്പിൾ ഓഫ് 9 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 9 ആണെങ്കിൽ അത് ആഡ് ചെയ്യുമ്പം 9ൻ്റെ ടേബിളിൽ വരണം അല്ലേ, 9ഉമായിട്ട് ഡിവിസിബിൾ ആണോ നോക്കുക. 2 + 5 + 7 + എന്ത് കൂട്ടുമ്പോഴാണ് 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്നത് നോക്കിയാൽ പോരെ. 5 2 7 7, 14 + ഡാഷ് ഈക്വൽ ടു ആണ് 9ൻ്റെ ടേബിൾ. 9ൻ്റെ ടേബിളിൽ വരുന്ന ആദ്യത്തെ നമ്പറേ 18. ഒന്നെങ്കിൽ നമുക്കിത് എഴുതി കൊടുക്കാം
4 വന്നാൽ മതി അല്ലേ, ശരിയല്ലേ? അപ്പോൾ 4 വന്നാൽ കറക്റ്റ് ഉത്തരമായി. അപ്പോൾ 2ൻ്റെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, in any number and the number got by changing the order of its digit in any way, both leave the same remainder on division by 9. Why? അതായത് ഏതെങ്കിലും ഏത് നമ്പറായാലും ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 35 ഞാൻ അതിൻ്റെ ഓർഡർ തിരിച്ചിട്ടു 53 എന്ന് എഴുതി. order by any number and the number got by changing the order of its digits anyway, both leave the same remainder on division by 9. ഇതിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ ആയിരിക്കുമോ? ആണെങ്കിൽ എന്തുകൊണ്ട്? യെസ്, ഒരേ റിമൈൻഡർ ആയിരിക്കുമല്ലോ. കാരണം ഡിജിറ്റൽ സം മാത്രമല്ലേ നമ്മൾ നോക്കുന്നുള്ളൂ. ഡിജിറ്റൽ സം എടുക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ 8 ആണ്. അപ്പോൾ ഇത് 8 ആണ്. അപ്പോൾ ഇത് 8 എടുക്കുമ്പോൾ ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 8 തന്നെയല്ലേ. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8 തന്നെയാണ്. വേറൊരു നമ്പർ എടുക്കാം, ഒരു 70 അല്ല വേണ്ട 132 എടുത്തു. അല്ല 132 വേണ്ട, 732. അപ്പോൾ ഡിജിറ്റൽ സം എടുത്തു 7 3 10 2 12. ഇനി ഞാൻ തിരിച്ചെഴുതി 237 എഴുതി. അപ്പോഴും എന്ത് തന്നെയാണ്, ഡിജിറ്റൽ സം എപ്പോഴും ഓൾവേസ് സെയിം ആണല്ലോ. അപ്പോൾ റിമൈൻഡറും സെയിം ആയിരിക്കും. ഉത്തരം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഡിജിറ്റൽ സം always same. Always same in any order. അത്ര എഴുതിയാൽ മതി റീസൺ കേട്ടോ. any ANY. ക്ലിയർ അല്ലേ? അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് വി ചേഞ്ച് ദ ഓർഡർ ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ഇൻ എനി വേ, വിൽ വി എഗെയിൻ ഗെറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 9y? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു നമ്പർ എടുത്തു 729 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ ഈ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ നോക്കാം. അതായത് ഞാനിതിൻ്റെ ഡിജിറ്റൽ സം എടുത്തു. അപ്പോൾ 7 2 9 9 18. അപ്പോൾ ഡിജിറ്റൽ സം എടുത്ത നമ്പർ എഗെയിൻ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 9 തന്നെ. 18 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പോൾ അവരതിൻ്റെ റീസൺ ചോദിച്ചിട്ട് വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മൾട്ടിപ്പിൾ ഓഫ് ഡിജിറ്റൽ സം എടുക്കുമ്പോഴും 9ൻ്റെ മൾട്ടിപ്പിൾ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പം ഡിജിറ്റൽ സം ഈസ് ഓൾസോ മൾട്ടിപ്പിൾ ഓഫ് 9. അതുകൊണ്ടാണ് digital also a multiple of 9. Okay. അല്ലെങ്കിൽ it is completely divisible by അതിനെ ആ ഡിജിറ്റൽ സമ്മിനെ പൂർണ്ണമായിട്ട് 9 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത്ര എഴുതിയാൽ മതി കേട്ടോ. അടുത്ത 4ാമത്തെ ചോദ്യം. സപ്പോസ് വി ടേക്ക് ഓൾ 5 ഡിജിറ്റ് നമ്പേഴ്സ് മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 1 2 3 4 5 വിത്തൗട്ട് റെപ്പറ്റീഷൻ. 1 2 3 4 5 എന്നീ സംഖ്യകൾ റെപ്പറ്റീഷൻ ഇല്ലാതെ നമ്മൾ പല രീതിയിൽ എഴുതിയെന്ന് വിചാരിച്ചു. ഇപ്പോൾ 1 2 3 4 5 എന്നൊരു സംഖ്യ, അല്ലെങ്കിൽ 5 2 3 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 3 2 1 5 ഇങ്ങനെ എല്ലാം എഴുതിയാൽ ഇങ്ങനെ കുറേ സംഖ്യകൾ നമുക്ക് എഴുതാമല്ലോ. അങ്ങനെ എഴുതുമ്പോൾ വിച്ച് ഓഫ് ദം ആർ മൾട്ടിപ്പിൾസ് ഓഫ് 3? ഇതിലേതൊക്കെയാണ് 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? നമ്മൾ ഡിജിറ്റൽ സം എടുത്തല്ലേ. ഡിജിറ്റൽ സം എടുക്കുമ്പോൾ 1 + 2 + 3 + 4 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 4 9 3 12 2 14 1 15. ഇതിൻ്റെ എല്ലാം ഡിജിറ്റൽ സം എന്താണ്? 15 ആണ്. സോ 15 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3. അല്ലെ, 15ഓട് പൂർണ്ണമായിട്ടും നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ടേബിളിലുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഡിജിറ്റൽ സം 5 1 6 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 9 × 1 + 5 1 6. അങ്ങനെ നോക്കുമ്പോൾ 9ൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാം. ഇത്
3 ഡിവിസിബിൾ ബൈ 3 ആയിട്ട് ഇഷ്ടമുള്ള പോലെയൊക്കെ എങ്ങനെയൊക്കെ എഴുതാം. അതായത് 15 3യുടെ ടേബിളിലുണ്ടോയെന്ന് അൾട്ടിമേറ്റ്ലി അങ്ങനെ നോക്കിയാൽ ഒരു കുഴപ്പമില്ല. അല്ല, 5 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3. ആൻസർ 5 കിട്ടും, റിമൈൻഡർ 0 കിട്ടും. റിമൈൻഡർ ഈക്വൽ ടു 0. അപ്പം വിച്ച് ഓഫ് ദം ആർ മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഓൾ ദ ഡിജിറ്റ്സ് യൂസിങ് ദീസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. എല്ലാ നമ്പേഴ്സിനും ഓൾ numbers using these digit കേട്ടോ. ഇനി വിച്ച് ഓഫ് ദം ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9? ഒന്നുമില്ല, നത്തിങ്, അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ഒന്നും എന്താണ് 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് പറഞ്ഞത്? കാരണം ഇവിടെ 9 ഇൻറ്റു സംതിങ് കിട്ടും. 9 ഇൻറ്റു എന്തോ ഒരു നമ്പർ പ്ലസ് ഡിജിറ്റൽ സം വന്ന് എന്താ 15. 15 9ൻ്റെ ടേബിളിലുണ്ടോ? അല്ലെങ്കിൽ 15നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടുമോ? ഇല്ല. 1 9s are 9. റിമൈൻഡർ എന്ന് പറയുന്നത് 6 ആണ്. 6 നോട്ട് ഡിവിസിബിൾ ബൈ 9. അപ്പോൾ ഇത് പറ്റില്ല. ഇനി വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ഓഫ് ദീസ് നമ്പേഴ്സ് ബൈ 9? എന്താണ് റിമൈൻഡർ? 6. നമുക്കിവിടെ കിട്ടിയല്ലോ, റിമൈൻഡർ 6 ആണ്. അടുത്തത് 5th ക്വസ്റ്റ്യൻ ആണ്. എമംഗ് ഓൾ ദ 10 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ഓൾ ഓഫ് ദ 10 ഡിജിറ്റ്സ് 0 1 2 4 5 6 7 8 9 ഹൗ മെനി ആർ പ്രൈംസ്? വാട്ട് ഈസ് ദ റീസൺ? ഹൗ മെനി ആർ, എത്ര എണ്ണം പ്രൈം ഉണ്ട്, എന്താണ് റീസൺ? അപ്പോൾ പ്രൈം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. അപ്പം ഞാൻ എഴുതാം 0 + 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9. ഏത് ഓർഡറിൽ എഴുതിയാലും ഇതിന് ഡിജിറ്റൽ സം എടുത്ത് നോക്കാം. ഡിജിറ്റൽ സം ഈസ് 45. 45 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ബിക്കോസ് ഇവിടെ റിമൈൻഡർ ഈസ് 0. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ സം എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് എഴുതിയാലും ഇത് 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് ഈ ഉത്തരം എന്താ? ഹൗ മെനി പ്രൈംസ്? നോ, ഒറ്റയൊന്നുപോലുമില്ല. ഒറ്റ പ്രൈം നമ്പർ പോലും ഇതിനകത്ത് എന്തായിട്ടില്ല, പ്രൈം നമ്പർ ആയിട്ടില്ല. എന്താണ് റീസൺ? ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 9 എഴുതിയാൽ മതി ഉത്തരം. ഇതെല്ലാം എന്താ 9ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്നത്. 9ൻ്റെയോ അല്ലെങ്കിൽ 3യുടെയോ, 3 കൊണ്ടും ഡിവിസിബിളാണ്. ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് അല്ലെങ്കിൽ 9 and 3 എന്ന് വേണമെങ്കിൽ എഴുതാം. അടുത്ത 6ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ ലീസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ വിത്തൗട്ട് എനി ഡിജിറ്റ് റിപ്പീറ്റിംഗ്? വിച്ച് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 9? വാട്ട് അബൌട്ട് ദ ലീസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ? ഒരു ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ മൾട്ടിപ്പിൾ ഓഫ് 9 ആയിട്ടുള്ളത് എഴുതാനാണ്. വിച്ച് ഈസ് ദ ലീസ്റ്റ്, ഏറ്റവും ചെറുത്. അപ്പോൾ ഏറ്റവും ചെറുത് നമ്മൾ തുടങ്ങുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 0യെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതുകയാണെങ്കിൽ 1 0 2 3 വരെയായേ. 1 + 0 + 2 2 1 3. നമുക്ക് എന്താ അറിയേണ്ടത്? വിച്ച് ഇസ് മൾട്ടിപ്പിൾ ഓഫ് 9 വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 6 കൂടെ ചേർത്താൽ മതി. സോ 1026 ആണ് ഏറ്റവും സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. 4 ഡിജിറ്റ് നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 9. വാട്ട് അബൌട്ട് ദ ലീസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ? അപ്പോഴും നമുക്ക് എന്താ എഴുതാം? 1 0 2 എഴുതാം, 3 എഴുതാം. അപ്പോൾ 3 2 5 1 6. ഇനി നമുക്ക് എന്തോട് കൊടുത്താൽ മതി? 6. ഇത് റെപ്പറ്റീഷൻ 3 വരാൻ പാടില്ലല്ലോ, 2 നമ്പറുകൾ കൊടുക്കരുത് വിത്തൗട്ട് എനി റെപ്പറ്റ്. അപ്പോൾ ഇനി 3 പറ്റില്ല, 4 കൊടുത്താലോ? 3 2 5 1 6ൻ്റെ കൂടെ ഏതോടെ കൂട്ടിയാൽ 6 3 വന്ന 3 പറ്റില്ല. അപ്പോൾ നമുക്ക് 1 0 2 നമുക്ക് ഏറ്റവും ചെറിയ ലീസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ 1026 6 2 8 1 9 കിട്ടി. അപ്പോൾ ഏറ്റവും ചെറിയ ലീസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എഴുതാൻ പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു 9 കൂടെ ചേർത്താൽ പോരെ? നമുക്ക് 6 2 8 1 9 9 18 വരും. 18 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണല്ലോ. സോ 10 ഏറ്റവും ചെറിയത് 4 ഡിജിറ്റ് ആണെങ്കിൽ 1026 വരും ഒന്നാമത്തത്. രണ്ടാമത്തത് 5 ഡിജിറ്റ് 10269 വരും. ഓക്കെ, ക്ലിയർ അല്ലേ?